പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയുടെ ദൃശ്യം പതിഞ്ഞു. നാട്ടുകാർ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിലാണ് ഇത്തവണ ദൃശ്യം പതിഞ്ഞിട്ടുള്ളത്. പുലിയെ പിടിക്കാൻ സമീപത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പുലി കയറുന്നില്ല. സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ സ്വാഭാവികമായും അതിൽ ആശങ്ക ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ആശങ്ക ഉണ്ടാവും. കാര്യം ഈ പുലി ഒരു കണ്ടാൽ തന്നെ പേടിയാവുന്ന ഒരു അസാധ്യ പുലിയാണ് പുലി. അയ്യോ നോക്ക്. അപ്പോൾ മണ്ണാർമലയുടെ ആശങ്ക ഇപ്പോൾ എങ്ങനെയാണ് സമീർ? ഈ പുലി കൂട്ടിക്കയറാത്ത എന്താ? ഹഷ്മി, ഒരു നാട് മുഴുവനായും ആശങ്കയിലായിട്ട് മാസങ്ങളായി എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിലാണ് വീണ്ടും പുലി അവസാനമായി എത്തിയിരിക്കുന്നത്. രാത്രി 11:27 പുലി മലയുടെ ഭാഗത്ത് നിന്ന് മണ്ണാർമല മാട് റോഡിന് സമീപം എത്തി. ഈ വനം വകുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന കൂട്ടിലേക്ക് നോക്കി പുലി ഏറെ നേരം വിശ്രമിക്കുകയും അതിനുശേഷം ഇവിടുത്തെ പ്രധാന റോഡ് മുറിച്ച് കടന്ന് വനത്തിന്റെ ഭാഗത്തേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ഈ മാസം 3ാം തവണയാണ് പുലി എത്തുകയും ആ പുലിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിയുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടെ പുലി 13ാം തവണയാണ് ഈ മേഖലയിൽ എത്തുകയും അത് CCTV ദൃശ്യങ്ങളിൽ പതിയുകയും ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപ് പുലി നിരവധി തവണ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ വനം വകുപ്പ് ആടിനെ ഒരു കൂട്ടിൽ ഇരയാക്കിക്കൊണ്ട് ഒരു കൂട് സ്ഥാപിച്ചിരുന്നെങ്കിലും ഈ കൂട്ടിലേക്ക് മാത്രം പുലി കയറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഈ പുലിയെ തിരച്ചിൽ നടത്തി പിടികൂടണമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അവർ ഈ പുലിയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ മുട്ടാത്ത വാതിലുകളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിമാർക്കും കളക്ടർക്കും വനം വകുപ്പിനും അവർ എല്ലായിടത്തും പരാതി നൽകുന്നു. മാത്രമല്ല DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് വരെ നടത്തിയിട്ടും വനം വകുപ്പ് കാര്യമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് തന്നെ പുലിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴായി നാട്ടുകാർ ഇത് പറയുമ്പോൾ വനം വകുപ്പ് അത് പുലിയല്ല, പൂച്ചയാണ്, കാട്ടുപൂച്ചയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചത്. ആ ഒരു സമയത്താണ് നാട്ടുകാർ സ്വന്തം ചിലവിൽ ഇവിടുത്തെ മെമ്പർ ഹൈദറിന്റെ നേതൃത്വത്തിൽ പണം മുടക്കി സ്വന്തം ചിലവിൽ ഒരു CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നു. ഈ ക്യാമറ സ്ഥാപിച്ചതോടുകൂടി പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയാൻ തുടങ്ങിയതോടുകൂടിയാണ് വനം വകുപ്പ് തന്നെ ഇതൊരു പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി തയ്യാറായത് തന്നെ. അത്തരമൊരു പുലിയാണ് മാസങ്ങളായി ഈ നാട്ടിലൂടെ ഇങ്ങനെ വിഹരിച്ച് നടക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു ജീവൻ പൊലിയുന്നതിന് മുൻപ് തന്നെ ഇനിയെങ്കിലും ഈ പുലിയെ പിടികൂടിക്കൊണ്ട് ഒരു നാടിനാകെ സമാധാനാന്തരീക്ഷം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഹാഷ്മി, അതൊരു ഭീകര പുലിയാണ്, കണ്ടാൽ തന്നെ പേടിയാവുന്ന പുലിയാണ്. സമീർ പറയുന്ന പോലെ നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കണമെന്ന് ഒരിക്കൽ കൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.